ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിംസ് ടാരോ റീഡറാണ്. ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയെക്കുറിച്ചാണ് നമ്മളോട് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആണ്. അവർ വളരെ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇതിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നീതി തരാനായിട്ട്. കാരണം അവർ അത്യാവശ്യം നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാട്ടോ. പണത്തിൻ്റെ ഒരു ദാരിദ്ര്യം അവർക്കില്ല. സമ്പാദ്യം കൊണ്ടും അവരുടെ കരിയർ കൊണ്ടും അവർ നല്ല രീതിയിലിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ജസ്റ്റിസ് തരണം, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അവർ യൂണിവേഴ്സൽ സറണ്ടർ ആവുന്നുണ്ട്. കാരണം നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തു, നിങ്ങളോടിപ്പോൾ മിണ്ടാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെ കുറേ കാലമായിട്ടുണ്ടാവാം, സംസാരിച്ചിട്ട് തന്നെ കുറേ കാലമായിട്ടുണ്ടാവാം. അപ്പോൾ അവർ അവരുടേതായ തിരക്കുകളിൽ അവർ മുഴുകിയിരിക്കുന്ന സമയമായിരുന്നു. എന്നാൽ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഈ സൺഡേയിൽ അവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന്. അവർ എന്തൊക്കെ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ തടസ്സം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ ലവേഴ്സ് കാർഡാണ്. നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, നിങ്ങളായിട്ടുള്ള റിയൂണിയൻ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഡെക്ക് കാർഡ്സ് വേറെ പറയുന്നത് ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ എടുത്ത കാർഡ്സാണ്. അതിൽ എത്രയും പെട്ടെന്ന് നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, നിങ്ങൾ ഫോൺ ചെയ്യണം, 2 മിനിറ്റ് അവരുടെ സംസാരിക്കണം. നിങ്ങളെപ്പോലൊരു വ്യക്തി നിങ്ങൾ തന്നെയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ. വേറെ ആരുടെടുത്തും ചിലപ്പോൾ അവർക്ക് ഇതിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഇന്നിപ്പോൾ മാരേജ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷെ നിങ്ങളായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അത് എന്താ പറയുക, അവർക്ക് അവരുടെ ഇൻസൈഡിൽ അവരുടെ എല്ലാ തിരക്കുകളുടെ ഇടയിൽ ഭയങ്കര അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളായിട്ട് സംസാരിച്ചിരിക്കുന്ന ആ മൊമെൻറ്റ്സൊക്കെ ഓർക്കുമ്പോൾ വേറെ ആരും കൊടുക്കാത്തൊരു സന്തോഷം, ജോക്സൊക്കെ നിങ്ങളായിട്ട് അവർ കൊടുക്കുന്നുണ്ടെന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. വേറെ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴാണ് അയാൾ അല്ലെങ്കിൽ അവർ ആ ഒരു എൻജോയ് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു മൊമെൻറ്റ്സ്, അവരുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് അവർ ലൈഫ് എൻജോയ് ചെയ്യാന്ന് പറയില്ലേ, അത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. ഉറപ്പായിട്ടും ഈ വീക്ക് തന്നെ, അതായത് ഈ 2024 തന്നെ നിങ്ങൾ തമ്മിൽ ഒന്ന് കാണുവാനും സംസാരിക്കുവാനുള്ളൊക്കെ സാഹചര്യം യൂണിവേഴ്സ് തന്നെ ഒരുക്കി തരുന്നുണ്ട്. 100% ഷുവറാണ് കേട്ടോ. ഇവിടെ ദ ലവേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അത്രത്തോളം പ്രണയിക്കുന്നുണ്ട്. വേറെ എവിടെയും കൊടുക്കാത്തൊരു പ്രണയം നിങ്ങളുടെ അടുത്ത് അവർ തരുന്നുണ്ട്. നിങ്ങളിലൂടെ അവർ എന്താ പറയുക, എല്ലാം നിങ്ങളാണ് എല്ലാം അവർക്ക് പൂർണ്ണതയിൽ എത്തിച്ചെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിനോട് അത് പോസിറ്റീവായിട്ട് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ, നിങ്ങളെ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും ഈ പോകുന്ന ടൈമുണ്ടല്ലോ, ഈ പോകുന്ന ഈ ഒരു 1 വീക്ക് അത് നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ളതാണ്. അത് പൂർണ്ണതയിൽ എത്താനുള്ള ആ സമയം ആയിക്കഴിഞ്ഞു. നിങ്ങൾ ഇത്ര നാളും എന്തിനു വേണ്ടിയാണോ വിഷമിച്ചത്, അത് നിങ്ങളിലേക്ക് വരുന്നു, എത്രയും പെട്ടെന്ന് എത്തും. കറക്റ്റ് റീഡിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടോ ആ വിഷമങ്ങൾക്കുള്ള
ഒരു പരിഹാരം എന്ന് പറയില്ലേ, അതാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു സ്റ്റക്ക് എനർജി ആയിരുന്നു അവർക്ക്, അതായത് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. ആ കൺഫ്യൂഷനൊക്കെ വിട്ടിട്ട് അവർ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് പഴയതുപോലെ ആവാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകുന്നു വേണ്ട. അവർ നിങ്ങളിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് എത്തും. നിങ്ങൾ ഇത്രയും നാളും എങ്ങനെയാണോ അവർക്ക് വേണ്ടി കാത്തിരുന്നത്, അവരിതെത്താൻ പോവുകയാണ്. വിത്തിൻ 1 വീക്ക് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിൽ കാണാനുള്ള എല്ലാ സാഹചര്യവും യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.